أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറയുകയുണ്ടായി, അള്ളാഹുവിന് ഞാൻ നന്ദി പറയുന്നു, അവൻ എനിക്ക് ആത്മാർത്ഥതയുള്ള ഒരു ജമാഅത്ത് നൽകിയിരിക്കുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവൻ എന്നെ അയച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ വളരെ വേഗത്തോടും വളരെ ആവേശത്തോടും കൂടി പരസ്പരം മുന്നേറിക്കൊണ്ട് വളരെയധികം ധൈര്യത്തോടും കൂടി അള്ളാഹു നൽകിയ തൗഫീഖ് അനുസരിച്ച് അവർ മുന്നേറുന്നു. അവർ വളരെയധികം ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിക്കുന്നു. നമുക്ക് ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ഈ ആത്മാർത്ഥതയും കൂറും ബന്ധവും സ്നേഹവും ഉള്ള കാഴ്ച ഒരുപാട് കാണാൻ സാധിക്കും. ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ സഹാബാക്കളുടെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. പഴയകാല അഹമ്മദികളിലും ഈ ബന്ധത്തിന്റെ സംഭവങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ലിറ്ററേച്ചറുകളിലും ഖുലഫാക്കളുടെ ഖുതുബകളിലും അതുപോലെ പ്രഭാഷണങ്ങളിലും അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനോടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നതുപോലെ അല്ലെങ്കിൽ പുതിയ ആളുകളിൽ ഉണ്ടായിരുന്ന ആ ബന്ധം എപ്രകാരമാണ് അത് ഉണ്ടാകേണ്ടത്, ആ ബന്ധം എപ്രകാരമായിരുന്നു, അത് അവിടെ മാത്രം പരിമിതപ്പെട്ടതായിരുന്നില്ല. ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ വാഗ്ദാനത്തിനനുസരിച്ച് അത് താഴേക്കിടയിലേക്കും അതുപോലെ തന്നെ ശക്തമായ ബന്ധത്തോടു കൂടി തന്നെ തുടർന്നു പോകുന്നുണ്ട്. ജമാഅത്തിന്റെ ഐക്യതയും അഖണ്ഡതയും അത് സൂചിപ്പിക്കുന്നു, അത് ഉറപ്പു നൽകുന്നു. ഹദ്രത്ത് മസീഹ് ഇസ്ലാം അള്ളാഹുവിൽ നിന്നും അറിവ് ലഭിച്ച് ഈ ലോകത്തിനോട് വിട പറയും എന്ന വിവരം ലഭിച്ചപ്പോൾ അത് ജമാഅത്തിനോട് പറഞ്ഞപ്പോൾ ജമാഅത്തിനെ സമാധാനപ്പെടുത്താനായി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിൽ ഖിലാഫത്തിന്റെ വ്യവസ്ഥിതി നിലനിൽക്കും എന്നുള്ള സുവാർത്തയും നൽകുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് ഇസ്ലാം അൽ വസിയത്ത് എന്ന തന്റെ ലഘുലേഖയിൽ ഇപ്രകാരം എഴുതുന്നു: അതിനാൽ ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരുമാകരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവ്യശക്തി പ്രഭാവം ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അതിന്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാത്തിടത്തോളം രണ്ടാമത്തെ ദിവ്യശക്തി വരാൻ സാധ്യമല്ല. ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തി അയക്കും. ബറാഹിനെ അഹമ്മദിയയിലെ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെ പറ്റിയുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം നൽകുന്നതാണ്. ആയതിനാൽ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ജമാഅത്തിൽ ഖിലാഫത്തിന്റെ വ്യവസ്ഥിതി സ്ഥാപിതമായി. കാലത്തിന്റെ ഖലീഫയോട് ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥതയും കൂറും അതുപോലെ ഗുരുശിഷ്യ ബന്ധവും അതിന്റെ അവസ്ഥ എത്രത്തോളമായിരുന്നു എന്നാൽ അത് വെറും സ്ഥാപിതമായി എന്നു മാത്രമല്ല, അത് അള്ളാഹു സ്വയം സംജാതമാക്കി എന്നുള്ളതാണ്. അത് ഒരു മനുഷ്യനോ ഒരു മനുഷ്യ പ്രയത്നത്തിനോ അത്തരം ഒരു ബന്ധം സംജാതമാക്കാൻ സാധിക്കുകയില്ല. ജമാഅത്തിന്റെ ഐക്യതയും അഖണ്ഡതയും പുരോഗതിയും അത് ഉറപ്പു നൽകുന്നു.
दूसरी कुदरत അത്തരത്തിലുള്ള ഒരു ബന്ധമാണത്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയായതിന്റെയും ഹദരത്ത് മസീഹ് ഇസ്ലാമിനോട് അള്ളാഹു ചെയ്ത സഹായ വാഗ്ദാനങ്ങൾ പുലർന്നതിന്റെയും അതുപോലെ അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ സത്യതയുടെയും ഒരു തെളിവ് കൂടിയാണ് ഖിലാഫത്തുമായി ജമാഅത്ത് അംഗങ്ങളുടെ ബന്ധം. അത് मेरी जात പഴയകാല അഹമ്മദികൾക്കുള്ളതായിക്കൊള്ളട്ടെ, പുതുതായി വരുന്ന അഹമ്മദികൾക്കുള്ളതായിക്കോട്ടെ, യുവാക്കൾക്കോ കുട്ടികൾക്കോ സ്ത്രീ പുരുഷന്മാർക്കോ ദൂര ദേശങ്ങളിലുള്ള അഹമ്മദികൾക്കോ ആ ഖലീഫയെ ഇതുവരെ കാണാത്തവർക്കോ ആയിക്കൊള്ളട്ടെ, അവർക്ക് എല്ലാവർക്കും ഉള്ള ഖിലാഫത്തിനോടുള്ള ആത്മാർത്ഥതയും കൂറും വളരെയധികം മികച്ചതാണ്. അത് വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖലീഫയുടെ സന്ദേശം അവർക്ക് ലഭിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സ്നേഹവും അവരുടെ ബന്ധവും അവർ വെളിപ്പെടുത്തുന്നത് കാണുമ്പോൾ അതിശയം തോന്നുന്നു. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാന പുലർച്ചയുടെ കർമ്മസാക്ഷ്യമാണ്. ജമാഅത്തിന്റെ खलीफा वक्त പുരോഗതിയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിന് ഖിലാഫത്തിനോടുള്ള ബന്ധവും ഖലീഫക്ക് ജമാഅത്തിനോടുള്ള ബന്ധവും ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ സഹായ സഹകരണങ്ങളുടെ തെളിവാണ്. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അത്തരം സംഭവങ്ങൾ നമുക്ക് കാണാം. ജമാഅത്ത് അഹമ്മദിയയുടെ അംഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നാം ശേഖരിക്കുകയാണെങ്കിൽ അത് ബൃഹത് വാള്യങ്ങളായി പരിണമിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ചില വൈകാരിക സംഭവങ്ങളെ കുറിച്ച് പറയുന്നതായിരിക്കും. ജമാഅത്തിന് കാലത്തിന്റെ ഖലീഫയോട് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായതും ഇപ്പോഴും ഉള്ളതുമായ ബന്ധങ്ങൾ. ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ആണത് തുടങ്ങിയത്. ഇന്ന് അതിന് 112 വർഷം പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നുമുണ്ട്. ശത്രുക്കൾ കരുതിയിരിക്കുന്നത് ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഈ പ്രസ്ഥാനം അവസാനിച്ചു പോകും എന്നാണ്. എന്നാൽ ജമാഅത്ത് അഹമ്മദിയുടെ അംഗങ്ങളുടെ ഗുരുശിഷ്യ ബന്ധവും ആത്മാർത്ഥതയും വിശ്വസ്തതയും അവർക്ക് ഖിലാഫത്തിനോടുള്ള ബന്ധവും ഹദരത്ത് മസീഹ് ഇസ്ലാമിനോടുള്ള ബന്ധവും ഒക്കെ തന്നെ ദിനം തോറും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത്. എന്തായാലും ചില സംഭവങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഹദരത്ത് ഖലീഫ അവലിൽ നിന്ന് ഞാൻ തുടങ്ങാം. 1-2 സംഭവങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കാം. എഡിറ്റർ സാബ് ബദർ ഹദരത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്തെ രോഗത്തെ കുറിച്ച് എഴുതുകയുണ്ടായി. ആ ദിവസങ്ങളിൽ ഖുദാമികളുടെ കത്തുകൾ വരുമായിരുന്നു രോഗവിവരം അന്വേഷിച്ചുകൊണ്ട്. ആ കത്തുകൾ കാണുമ്പോൾ ഹദരത്ത് ഖലീഫ അവൽ പറയുമായിരുന്നു, എന്റെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അള്ളാഹു, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർക്ക് എല്ലാം തന്നെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. എഡിറ്റ് സാബ് എഴുതുന്നു, ഖലീഫയെ സ്നേഹിക്കുന്നവരുടെ നിലവാരവും വളരെ വിചിത്രമായ നിലയിലുള്ളതാണ്. അവരുടെ സ്നേഹത്തിന്റെ പ്രകടനവും വേറിട്ട് തന്നെയുള്ളതാണ്. അതിൽ ചില കത്തുകളുടെ ഉദ്ധരണികൾ മാതൃക എന്നോണം ഞാനിവിടെ അവതരിപ്പിക്കാം. ഹക്കീം മുഹമ്മദ് ഹുസൈൻ സാബ് ഖുറേഷി എഴുതുന്നു, ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ സമക്ഷം ഇപ്രകാരത്തിൽ ദുആ ചെയ്തു, അല്ലയോ നാഥ, ഹദ്രത്ത് നൂഹിന്റെ ജീവിതവും അതിന്റെ ആവശ്യകതയും ഒക്കെ വളരെയധികം ചുരുങ്ങിയ സ്ഥലത്തേക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആവശ്യം വർദ്ധിച്ചിരിക്കുന്നു. അത് നിനക്ക് നന്നായി അറിയാം. ഇപ്പോൾ നിലനിൽക്കുന്ന ആവശ്യങ്ങൾ നിനക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ അപേക്ഷ സ്വീകരിക്കണമേ. നമ്മുടെ ഇമാമിന് നൂഹിന്റെ ആയുഷ്കാലം പ്രദാനം ചെയ്യണമേ. പിന്നീട് മുഹമ്മദ് ഹുസൈൻ സാഹിബ് പഞ്ചാബി മദ്രാസിൽ നിന്നും എഴുതുന്നു, ഹസ്രത്ത് സാഹിബ് ആരോഗ്യം വീണ്ടെടുത്തു എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. അതിന്റെ വ്യാപ്തി എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത് എന്റെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പിന്നീട് എഡിറ്റർ സാഹിബ് എഴുതുന്നു, ഈ സ്നേഹപ്രകടനങ്ങളുടെ നിലവാരവും വളരെ വിചിത്രമാണ്. ഓസ്ട്രേലിയയിൽ കച്ചവടാവശ്യത്തിന് പോയ നമ്മുടെ ഒരു സുഹൃത്ത് മിയാ മുഹമ്മദ് ബഖ് സാബ് തന്റെ കത്തിൽ ഇപ്രകാരം എഴുതുന്നു, കാദിയാനിൽ നിന്ന് വരുന്ന പത്രത്തിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് എന്ന ശീർഷകത്തിൽ വരുന്ന കുറിപ്പിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹിന്റെ വാക്കുകൾ മാത്രം ഉൾക്കൊള്ളിക്കാതെ അതിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരത്തെക്കുറിച്ചും
സൂചനകൾ നൽകണം. लेकिन ബദർ തുറക്കുമ്പോൾ തന്നെ ആദ്യമായി ഞങ്ങളുടെ കണ്ണുകൾ പതിയുന്നത് അതിലേക്കാണ്. ഞങ്ങളുടെ കണ്ണുകൾ തിരിയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ അത്തരം വിവരമുണ്ടാകണമെന്നും അപ്പോൾ ബദറിന്റെ ഉൾത്താളുകളിലുള്ള വിഷയവും വളരെ മനസ്സമാധാനത്തോടുകൂടി ഞങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എഡിൽ സാഹിബ് എഴുതുന്നു, ഞങ്ങളുടെ സുഹൃത്തിന്റെ ആത്മാർത്ഥതയും കൂറും ആദരവോടെ കാണുന്നു. അദ്ദേഹത്തിന്റെ ഇംഗിതപ്രകാരം ഇനി മുതൽ കുറിപ്പ് തയ്യാറാക്കപ്പെടുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ഒരു സഹാബി ഖേവ ബാജ്വയിലെ ഹസ്രത്ത് അബ്ദുള്ള സാഹിബ് ഹസ്രത്ത് ഖലീഫ അവലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തന്നാൽ. ഹസ്രത്ത് ഖലീഫ അവൽ പറഞ്ഞു, എന്ത് ചെയ്യാനാണ് താങ്കൾ ബാക്കിയുള്ളത്? താങ്കൾ എല്ലാം ചെയ്തിരിക്കുന്നു, ഇനി ഖുർആൻ ഹിഫ്സ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഹസ്രത്ത് ഖലീഫ മസീഹ് അവലിന്റെ ഈ വാക്ക് കേട്ട് 65 വയസ്സ് പ്രായമുള്ള അദ്ദേഹം ഖുർആൻ ഹിഫ്സ് ചെയ്യാൻ തുടങ്ങി. അത്രയും പ്രായാധിക്യത്തിൽ കൂടി അദ്ദേഹം ഖുർആന്റെ ഹാഫിലാകുകയും ചെയ്തു. അദ്ദേഹം കരുതിയിരുന്നത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പന ഏത് വിധത്തിലും പൂർത്തിയാക്കണം എന്ന ഒരു കാര്യം മാത്രമായിരുന്നു. ഹസ്രത്ത് ഖലീഫ മസീഹ് സാനിയുടെ കാലഘട്ടത്തിൽ ശുദ്ധി പ്രസ്ഥാനം വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഹസ്രത്ത് മുസ്ലിം മൗദുല്ലാൻഹുവിന് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കി അക്കാര്യം. അത് മൽക്കാനയുടെ ഭാഗത്തായിരുന്നു തുടങ്ങിയിരുന്നത്. അതേ വർഷം 1923 മാർച്ച് 9 അദ്ദേഹം ജുമാ ഖുത്ബ നിർവഹിച്ചുകൊണ്ട് അഹമ്മദികളോട് തങ്ങളുടെ സ്വന്തം ചെലവിൽ ആ പ്രദേശങ്ങളിൽ പോകാൻ കൽപ്പന നൽകുകയും ദാവത്തുള്ള ചെയ്തുകൊണ്ട് മുർത്തദായവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള പദ്ധതി ജമാഅത്തിന് മുമ്പാകെ വെക്കുകയും ചെയ്തു. ഈ ആഹ്വാനം കേട്ടപ്പോൾ ജമാഅത്ത് അംഗങ്ങൾ വളരെ ആവേശത്തോടുകൂടി ലബ്ബേക്ക് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, അതുപോലെ ബിസിനസ്സുകാർ തുടങ്ങി എല്ലാ വിഭാഗക്കാരും വളരെയധികം അർപ്പണബോധത്തോടുകൂടി ആ പ്രദേശങ്ങളിൽ ദാവത്തിലല്ലായി പോയി. അവരുടെ പ്രയത്ന ഫലമായി ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും ഏകനായ അള്ളാഹുവിന്റെ കലിമ ഉച്ചരിക്കാൻ തുടങ്ങി. ഒരു പ്രായം ചെന്ന കാരി നയിമുദ്ദീൻ സാബ് ബംഗാളി ഒരു ദിവസം ഹുസൂറിന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു. ഹുസൂറിനോട് അനുവാദം ചോദിച്ചിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, എനിക്ക് 2 മക്കളുണ്ട്. മൗലവി സില്ലുർ റഹ്മാൻ സാഹിബും BA ക്ലാസ് സ്റ്റുഡന്റ് ആയ മുത്തിയൂർ റഹ്മാൻ സാഹിബും. അവർ രണ്ടുപേരും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഹുസൂർ ഇന്നലെ രാജ്പുത്താനയിൽ പോയി ദാവത്തിലുള്ള ചെയ്തുകൊണ്ട് വഖഫ് സിന്ദഗിയുടെ ആഹ്വാനം സ്വീകരിക്കാൻ തയ്യാറാണ്. അവിടെ ആ അവസ്ഥയിൽ പോയി പ്രസ്തുത നിബന്ധനകളോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടാൻ അവർക്ക് ആഗ്രഹവുമുണ്ട്. എന്നാൽ ഹുസൂറിന്റെ സമക്ഷം ഇത് അവർക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ വൃദ്ധനാണ്, എന്റെ യുവാക്കളായ മക്കൾ പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ഹുസൂറിന്റെ സമക്ഷം അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, എനിക്ക് അവർ പോകുന്നതിലുള്ള ബുദ്ധിമുട്ടിൽ യാതൊരു വിഷമവുമില്ല. ഞാൻ സ്പഷ്ടമായ നിലയിൽ പറയുന്നു, ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യവേ മരിക്കപ്പെട്ടാലും അതിൽ ഞാൻ ഒരു ഇറ്റ് കണ്ണുനീർ പോലും പൊഴിക്കുകയില്ല. ഞാൻ അള്ളാഹുവിന് നന്ദി പറയുന്നതായിരിക്കും. ഈ 2 പേർ മാത്രമല്ല, എന്റെ 3ാമത്തെ മകനായ മെഹബൂബുർ റഹ്മാനും ദീനി സേവനം ചെയ്യവേ മരണപ്പെട്ടാലും എനിക്ക് ഇനി 10 മക്കളുണ്ടായാലും അവർ 10 പേരും ഈ കാര്യം ചെയ്യവേ മരിക്കപ്പെട്ടാലും എനിക്ക് യാതൊരു ദുഃഖവും ഉണ്ടാകുകയില്ല. അത് കേട്ട് ജമാഅത്ത് അംഗങ്ങളും ഹുസൂറും അദ്ദേഹത്തിനോട് ജസാക്കല്ലാ എന്ന് പറഞ്ഞു. 1924 ഹസ്രത്ത് ഖലീഫ സാനി യൂറോപ്പിന്റെ പര്യടനത്തിലായിരുന്നു. താൽക്കാലികമായ വിരഹമായിരുന്നു ജമാഅത്തിന് അന്ന് നേരിട്ടത്. എന്നാൽ അത് ജമാഅത്തിനെ വളരെയധികം അസ്വസ്ഥമാക്കി. ഒരു നിവേദന പ്രകാരം അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബാബു സിറാജുദ്ദീൻ സാബ് സ്റ്റേഷൻ മാസ്റ്റർ എഴുതുന്നു, എന്റെ ഹുസൂർ ഞങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നിരിക്കുകയാണ്. ഒരു നിർബന്ധിത സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. സാധ്യമെങ്കിൽ ഹുസൂറിന്റെ കാൽപാദങ്ങളിലെ മണ്ണായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഹുസൂറിന്റെ വേർപാട് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അല്ലയോ ഹുസൂർ, ഞാൻ 4 വർഷമായി ഖാദിയാൻ ദാറുൽ ഉലൂമിൽ വന്നിട്ട്, പക്ഷെ എപ്പോഴും മനസ്സിനൊരു
സമാധാനമുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും വന്ന് ഹുസൂറിനെ കണ്ട് ഹുസൂറിനെ ചുംബിക്കാമെന്ന്. എന്നാൽ ഇപ്പോൾ ഓരോരോ ദിവസവും വളരെ ദുഷ്കരമായി തീർന്നിരിക്കുന്നു. मुर्तदीन को പരിശുദ്ധനായ അള്ളാഹു ഹുസൂറിനെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി इस तारीख को जो തന്റെ ഉദ്ദേശം ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ട് എളുപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ഈ സ്നേഹം ആരാണ് ഉണ്ടാക്കിയത്? ഹദ്രത്ത് ഖലീഫ് മസീഹ് സാനി പറയുന്നു, ഒരു യുവാവ് കഴിഞ്ഞ വർഷം എന്റെ ആഹ്വാനം കേട്ടുകൊണ്ട് സർഗോദ ജില്ലയുടെ അന്തേവാസിയാണ് അദ്ദേഹം. ആ യുവാവ് പാസ്പോർട്ട് പോലും എടുക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പനയാണ്, इजाजत लेकर अर्ज അതുകൊണ്ട് അത് പാലിക്കേണ്ടെന്ന് നിർബന്ധമാണ്. തബ്ലീഗിനു വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. കേട്ടപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനിലെത്തി തബ്ലീഗ് തുടങ്ങി. പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിച്ചു ജയിലിലിട്ടു. അവിടെ ജയിൽ അന്തേവാസികളോടും അതുപോലെ അഫ്സറോടും അതുപോലെ ഓഫീസർമാരോടും ഒക്കെ തന്നെ അദ്ദേഹം തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഉള്ള അഹമ്മദികളോടും അദ്ദേഹം പരിചയം ഉണ്ടാക്കി. അതുപോലെ ഒരുപാട് പേർക്ക് അദ്ദേഹം സ്വാധീനം ചെലുത്തി. അവസാനം അവിടുത്തെ ഓഫീസർ റിപ്പോർട്ട് ചെയ്തു, ഇദ്ദേഹം ജയിൽ തടവിലിരിക്കെ തന്നെ ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ട്. साफ कहता हूँ, അപ്പോൾ മുല്ലാക്കൾ അദ്ദേഹത്തെ വധിക്കാനുള്ള ഫത്വ നൽകി. എന്നാൽ അവിടുത്തെ മന്ത്രി പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പൗരനാണ്, അതുകൊണ്ട് दोनों नहीं ഇയാളെ വധിക്കാൻ നിർവാഹമില്ല. അവസാനം സർക്കാർ ചെലവിൽ തന്നെ വളരെ സുരക്ഷിതമായി തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഹദ്രത്ത് ഖലീഫ് സാനി എഴുതുന്നു, ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അദ്ദേഹം വളരെയധികം ധൈര്യം കാണിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കൾ തെറ്റു ചെയ്തിരിക്കുന്നു. വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെ താങ്കൾക്ക് പോകാമായിരുന്നു. അവിടെ ജയിലിലകപ്പെടാതെ തന്നെ താങ്കൾക്ക് തബ്ലീഗ് ചെയ്യാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ചോദിക്കുകയുണ്ടായി, ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരിക, ഞാൻ അവിടെ പോകാം. ആ യുവാവിന് ഒരു മാതാവും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ മാതാവിനെ കാണാതെ തന്നെ വേറൊരു രാജ്യത്തേക്ക് പോകാൻ അദ്ദേഹം ഒരുങ്ങി. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്റെ മാതാവിനെ ചെന്ന് കണ്ടു. ഹദ്രത്ത് ഖലീഫ് സാനി പറയുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഈ പഞ്ചാബി യുവാവിനെ പോലെ ധൈര്യം കാണിക്കുന്ന കുറച്ചു പേരുണ്ടായാൽ തന്നെ കുറച്ചു കാലം കൊണ്ട് തന്നെ നമുക്ക് ലോകത്തെ അട്ടിമറിക്കാൻ സാധിക്കും. സിറിയയിലെ ഒരു സുഹൃത്ത് മുഹമ്മദ് അഷ്വ സാഹിബ് എഴുതുന്നു, ഹദ്രത്ത് മുസ്ലിമോദ് റഹ്ലാൻഹു സിറിയയിൽ പോയിരുന്നു. അപ്പോൾ ഹുസൂറിന്റെ കൂടെ അദ്ദേഹത്തിന് ലബ്നാനിൽ പോകാനും സാധിച്ചു. ഒരു നല്ല വക്കീലായിരുന്നു അദ്ദേഹം. ഖിലാഫത്തുമായി സുദൃഢ ബന്ധമായിരുന്നു. വക്കീൽ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ കാലത്തിന്റെ ഖലീഫയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ ഉടൻ തന്നെ അദ്ദേഹം പറയുമായിരുന്നു, മതി, കൽപ്പന വന്നു, ഇനി സംസാരമൊന്നുമില്ല, ഇത് തന്നെയാണ് തീരുമാനം. ഇതായിരുന്നു അവർക്ക് ഖലീഫയുമായി ഉണ്ടായിരുന്ന ബന്ധം. ഖിലാഫത്തെ സാലിസയുടെ മൂന്നാം ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു അഹമ്മദി സ്ത്രീ ഉണ്ടായിരുന്നു, അമേരിക്കയിലെ സിസ്റ്റർ നൈമ ലത്തീഫ സാഹിബ. അവർക്ക് ഖിലാഫത്തിനോടും കാലത്തിന്റെ ഖലീഫയോടും വളരെയധികം സ്നേഹമായിരുന്നു. ഖലീഫയെ അനുസരിക്കുന്നത് തന്റെ പ്രഥമ കടമയായി അവർ കരുതിയിരുന്നു. ഖലീഫ സാലിസ് അമേരിക്ക പര്യടനം നടത്തുന്ന സന്ദർഭത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പർദ്ദയെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖലീഫ സാലിസ് പ്രഭാഷണം നൽകിയപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അവർ ഹിജാബ്, മുഖാവരണം ഉപയോഗിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ഇസ്ലാമിന്റെ പർദ്ദ ആചരിക്കുന്ന ആദ്യത്തെ സ്ത്രീ അവരായിരുന്നു. അവർക്ക് ഒരു ഹൃദയനൊമ്പരമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പനയാണ്, അദ്ദേഹത്തോട് ഒരു ബന്ധമുണ്ട്, ആ ബന്ധം നാം നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ബയ്യത്ത് ചെയ്ത ആ കൽപ്പനയും നമുക്ക് നിറവേറ്റേണ്ടതായുണ്ട് എന്നൊരു ചിന്തയായിരുന്നു. ജില്ല ഖാൻവാലിലെ ഒരു മുഖ്ലിസായ അഹമ്മദി ഉണ്ടായിരുന്നു, നസീർ അഹമ്മദ് സാബ് സാൻവൽ. അദ്ദേഹം നസീർ അഹമ്മദ് സാബ് സാൻവൽ ഒരു സംഭവം വിവരിക്കുന്നു. ഒരു മുഖ്ലിസായ അഹമ്മദി ഉണ്ടായിരുന്നു, മുക്കറം മെഹർ മുഖ്താർ അഹമ്മദ് സാബ് ഓഫ് ബാഗഡ് സർഗാന. അദ്ദേഹത്തിന്റെ ഒരു സംഭവം വിവരിക്കുന്നു. 1974 ഉള്ള സ്ഥിതിഗതിയിൽ ശത്രുത വളരെയധികം വർദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അപ്പോൾ അദ്ദേഹം വളരെയധികം ആവേശമുള്ള ഒരു ദായിലുള്ള ആയിരുന്നു.
എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ വളരെ എതിർത്തിരുന്നു, പൂർണ്ണമായും അദ്ദേഹത്തെ ബഹിഷ്കരിച്ചിരുന്നു. ഈ കാര്യം കൊണ്ടൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഈമാൻ ഇളക്കം സംഭവിച്ചില്ല, കൂടുതൽ അത് സുദൃഢമായി. അതുപോലെ തന്റെ തബ്ലീഗ് പ്രവർത്തനങ്ങളും അദ്ദേഹം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ, കുൽസിത പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചു വന്നു. എന്നാൽ ശത്രുക്കളുടെ ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. അദ്ദേഹം തന്റെ മക്കളുടെ പഠനം മുൻനിർത്തിക്കൊണ്ടു, അതുപോലെ തന്നെ ഒരു നല്ലൊരു ചുറ്റുപാട് ലഭിച്ച് അവർക്ക് നല്ലൊരു തർബിയത്ത് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ കൃഷിസ്ഥലം വിറ്റുകൊണ്ട് റബുവയിലേക്ക് ഷിഫ്റ്റായി. അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു, കൃഷി തുടങ്ങി. ഖലീഫ സാലിസിനുമായി മുലാഖാത്ത് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ ഗ്രാമമായ ബാഗർ സർഗാനയിൽ നിന്നും സ്ഥലം വിറ്റ് റബുവയുടെ അടുത്ത് വന്ന് സ്ഥലം കോൺട്രാക്റ്റിൽ വാങ്ങിയിരിക്കുകയാണ്, അവിടെ ഞാൻ കൃഷി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, താങ്കൾ തങ്ങളുടെ പ്രദേശം വിട്ട് കാലിയാക്കി വന്നത് ശരിയായില്ല. ഹുസൂർ നീരസം പ്രകടിപ്പിച്ചു. ആ കൽപ്പന കേട്ടതും അദ്ദേഹം ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കി. ആ സ്ഥലത്തിന്റെ ഉടമയിൽ നിന്നും തന്റെ കോൺട്രാക്ട് പ്രകാരമുള്ള തുക തിരിച്ചു ചോദിച്ചു. എന്നാൽ അത് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ആ വിളഞ്ഞു നിൽക്കുന്ന കൃഷിപ്പാടം അവിടെ തന്നെ വെച്ചുകൊണ്ട്, അതുപോലെ കോൺട്രാക്ടിന്റെ പൈസ ഒന്നും തന്നെ കൈപ്പറ്റാതെ തന്റെ പ്രദേശത്തേക്ക് ബാഗഡ് സർഗാനയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് വിറ്റ ഭൂമി വലിയ വിലക്ക് വാങ്ങിക്കുകയും പിന്നീട് ഹസ്രത്ത് ഖലീഫ സാലിസിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയും ചെയ്തു, താങ്കളുടെ കൽപ്പന ഞാൻ നിറവേറ്റിയിരിക്കുന്നു. ഹുസൂർ റഹ്മത്തുള്ളാഹി ഇതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. മെഹർ സാഹിബിനും ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി. ഹദ്രത്ത് ഖലീഫ സാലിസ് ഒരിക്കൽ ഒരു ഖുതുബയിൽ പറയുന്നു, 1970 ആഫ്രിക്കയിലെ ഒരു പര്യടന വേളയിൽ ഞങ്ങൾ അവിടെ ഉള്ള ഒരു മുബല്ലിഗ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പോയിരുന്നു. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം 100 മീല് ഏകദേശം താണ്ടിയാണ് അവിടെ പോയിരുന്നത്. അവിടെ പോയപ്പോൾ ജമാഅത്ത് അംഗങ്ങളുമായി എനിക്ക് മുസാഫ ഹസ്തദാനം നടത്താൻ സാധിച്ചില്ല. അത് എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. 100 മൈലുകൾ താണ്ടിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. വളരെ ക്ലേശഭരിതമായ യാത്രയായിരുന്നു. പ്രോഗ്രാം വളരെ ചെറുതായിരുന്നു. അവിടെ ജമാഅത്തുമായി ഹസ്തദാനം നടത്താൻ സാധിച്ചിരുന്നില്ല. അവിടെ എനിക്കൊരു പ്രഭാഷണമുണ്ടായിരുന്നു. അവിടെ അന്യരാജ്യക്കാരായ ക്രിസ്ത്യാനികളും വന്നിട്ടുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ അവിടെ പ്രഭാഷണം നടത്തി, ചോദ്യോത്തര വേദിയും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അത് ഒരുപാട് വൈകിപ്പിച്ചു. ഒരുപാട് സമയം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ മൊബൈലിഗ് അവിടെ അറിയിപ്പ് നൽകി, ഇനി ഹസ്തദാനം സാധ്യമല്ല. ഹുസൂർ പറയുന്നു, അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജമാഅത്ത് അഹമ്മദിയുടെ ഒരു ഖലീഫയെ കാണുന്നത്. അതും അദ്ദേഹം അവരുടെ പക്കൽ എത്തിയിരിക്കുന്നു. അവർക്ക് ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ലഭിക്കുമോ എന്നും അറിയില്ല. ഈ അറിയിപ്പ് ഉണ്ടായതിനു ശേഷം അവർ ഹസ്തദാനത്തിനായി മുന്നോട്ട് വന്നു. ഹസ്രത്ത് ഖലീഫ സാലിസ് പറയുന്നു, അവിടുത്തെ പ്രാദേശിക അഹമ്മദി സുഹൃത്തുക്കളും എന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും മറ്റു കൂട്ടരെയും അവിടെ നിന്ന് തള്ളി മാറ്റി. എത്രത്തോളം എന്നാൽ അവരെവിടെ പോയിന്ന് പോലും ഞങ്ങൾക്ക് പിടിയുണ്ടായിരുന്നില്ല. എന്നിട്ട് കൈ കൊടുക്കാൻ തുടങ്ങി. പറയുന്നു, ശരി, കൈയൊക്കെ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ കൈ കൊടുക്കുന്നതും സാധാരണ നിലയിലായിരുന്നില്ല. ഒരാൾ വന്ന് എന്റെ കൈ പിടിക്കുമായിരുന്നു, പിന്നെ അത് വിടില്ലായിരുന്നു. എന്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കും. കൈ വിടുന്ന യാതൊരു ലക്ഷണവും ഉണ്ടാകുകയില്ല. അപ്പോൾ അടുത്തുള്ളയാൾ കുറെ സമയം കാത്തിരിക്കും. അവസാനം ദേഷ്യം പിടിച്ച് ആ കൈ പിടിച്ച് ഒരു കൈ കൊണ്ട് ആ കൈ പിടിച്ചു മാറ്റും, മറ്റേ കൈ കൊണ്ട് എന്റെ കൈ പിടിച്ച് അകറ്റും. എന്നിട്ട് സ്വന്തം കൈ എന്റെ കയ്യിൽ വെച്ച് അതുപോലെ തന്നെ ഒരുപാട് തവണ കൈ പിടിച്ചു നിൽക്കും, എന്റെ മുഖത്തോട് നോക്കി നിൽക്കും. ഇത് പല ആവർത്തി നടന്നു. ഹുസൂർ പറയുന്നു, ഒരുപാട് പ്രയാസമുള്ള രംഗമായിരുന്നു. ഞങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ട് അവിടെ നിന്നും പുറത്തേക്ക് വന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹുസൂർ പറയുകയുണ്ടായി, ഖിലാഫത്തിനോടുള്ള ജമാഅത്ത് അംഗങ്ങളുടെ ഈ കാര്യങ്ങൾ എന്റെ എന്തെങ്കിലും വ്യക്തിപരമായ ഗുണം കൊണ്ടല്ല ഇത്രമാത്രം അവർ ബന്ധം കാണിച്ചത്. 5,000-6,000 മൈലുകൾ ദൂരം താണ്ടി എന്നെ കാണാൻ വരികയും എന്നോട് ഇത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത് എന്റെ ഗുണം കൊണ്ട് ആണ് എന്ന് കരുതാൻ മാത്രം ഞാൻ വിഡ്ഢിയല്ല. എന്നെ ഇതുവരെ കാണാത്തവരും
എന്നെക്കുറിച്ച് അറിയുന്നവരുമൊക്കെ തന്നെ എന്നോട് ഹസ്തദാനം ചെയ്യാനായി മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. ഈ സ്നേഹം അള്ളാഹുവാണ് അവരിൽ സംജാതമാക്കിയത്. പിന്നീട് ഹദരത്ത് ഖലിംസി റാബി റഹ്മുള്ളയുടെ കാലം വന്നു. सवाल जवाब होते रहे. അദ്ദേഹം പറയുന്നു, ആഫ്രിക്കയിൽ ഒരു വലിയ വിപ്ലവം സംജാതമായി. അത് പഴയകാല വാക്ഫീൻ സിന്ദഗികളുടെ കുർബാനിയുടെ ഫലമായാണ് ഉണ്ടായത്. അവിടെ ഇന്ന് കാണുന്ന അതിശയകരമായ മാറ്റങ്ങൾ पहली दफा जमात അത് വളരെ മഹത്തായ കാര്യമാണ്. അത് അവിടുത്തെ ആളുകൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത വിധം मिले അത്ഭുതകരമായ വിധത്തിലുള്ള പരിവർത്തനമാണ് അവിടെ സംജാതമായത്. വലിയ വലിയ ആളുകൾ, അതുപോലെ തന്നെ दोस्तों ने मेरे അവിടുത്തെ രാജ്യ ഭരണാധികാരികളുമായി ബന്ധമുള്ള ആളുകൾ, लगा कि वो कहाँ गए. പല അഹമ്മദികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിൽ അഹമ്മദിയത്തിനോട് ഇത്തരം സ്നേഹവും ഇത്തരം സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്നും അഹമ്മദിയത്തിന്റെ സന്ദേശം हर शख्स मेरा ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമെന്നും ഞങ്ങൾ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല. और मेरा हाथ छोड़ता ही नहीं था. അദ്ദേഹം പറയുന്നു, बड़ा इंतजार करता रहा ഒരു സാഹിബുണ്ട്, और आखिर तंग आकर അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ രാജ്യമോ ഇപ്പോൾ പറയാൻ സാധ്യമല്ല, അത് ഉചിതമല്ല. അദ്ദേഹം പറഞ്ഞു, ഇതെന്താണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. और दूसरा ഞങ്ങളുടെ രാജ്യത്ത് छोड़ के झटका ജമാഅത്ത് അഹമ്മദിയുടെ ഖലീഫയോട് ഇത്രയധികം അനുഭവം ഉണ്ടാകുമെന്നും അതിനുള്ള തൗഫീക്ക് ലഭിക്കുമെന്നും ഇത്രയധികം സ്നേഹം പ്രകടനങ്ങളും ഉണ്ടാകുമെന്നും दोबारा ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ കണ്ടതൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്ര തലവന്മാരോടുള്ള ബാഹ്യമായ നിലയിലുള്ള വികാര പ്രകടനങ്ങളാണ്. അതല്ലാതെ മറ്റാരുമായി ഇത്തരത്തിലുള്ള പെരുമാറ്റം ഞാൻ കണ്ടിട്ടില്ല. कि मैं ഇതിൽ ഞങ്ങളുടേതോ ഞങ്ങളുടെ ജമാഅത്തിന്റേതോ യാതൊരു വിധത്തിലുള്ള പ്രയത്നങ്ങളുടെയും കൈകടത്തലുകളില്ല. ഇതൊക്കെ ഉണ്ടാകുന്നത് അദൃശ്യത്തിൽ നിന്നാണ്. ഇത് അത്ഭുതകരമായ വിധമാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം അള്ളാഹു തന്നെ സംജാതമാക്കിയ മാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത്. वो भी इस तरह टूट टूट कर ഒരു സന്ദർഭത്തിൽ ഹസ്രത്ത് ഖലിഫി റാബി പാകിസ്ഥാനെ കുറിച്ച് പാകിസ്ഥാനിലെ ചില തിന്മകളെ എടുത്തു കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഉദാഹരണത്തിന് വീഡിയോ കാസറ്റുമായി ബന്ധപ്പെട്ട ദുരുപയോഗത്തെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ ചില ദൂഷ്യവശങ്ങൾ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനൊരു ഖുതുബയിൽ ഇപ്രകാരം വിളംബരപ്പെടുത്തി, ചില ദുരാചാരങ്ങൾ നടമാടുന്നുണ്ട്. അതുകാരണമായി ഈ സമുദായത്തിൽ ദുസ്വഭാവങ്ങളും के अंदर तब्दीली पैदा ഉടലെടുക്കുന്നുണ്ട്. വീടുകളിലുള്ള ശാന്തി സമാധാനത്തിന്റെ അന്തരീക്ഷം ഇല്ലാതാകുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ खुद हमें भी इल्म വിശ്വസ്തത ഇല്ലാതാകുന്നു. അവയുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. और इतना आगे बढ़ ഈ ഒരു പ്രവണത ഒരിക്കലും തന്നെ वो इस वक्त മുന്നോട്ട് काम पहुंचाया जाए. കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹസ്രത്ത് ഖലിംസി റാബി പറയുന്നു, പാകിസ്ഥാനിൽ നിന്നും അതിനുശേഷം എനിക്ക് ഒരുപാട് കത്തുകൾ ലഭിച്ചു. അത് കണ്ടപ്പോൾ എന്റെ ഹൃദയം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സുജൂദിൽ വീണു. ഇത് പലതവണ ഉണ്ടായി. ചിലർ പറഞ്ഞു, ഞങ്ങൾ ചില തെറ്റുകളിൽ അകപ്പെട്ടിരുന്നു, ഞങ്ങൾ വ്യക്തമായ നിലയിൽ എഴുതുകയാണ്, ഞങ്ങൾ ചില തെറ്റായ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ജമാഅത്ത് മുഖേന നമുക്ക് और वो भी दुनियावी ഹുസൂറിന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഈ എല്ലാ വ്യാജ ബിംബങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും തച്ചുടച്ച് വലിച്ചെറിയുകയാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ജമാഅത്തിൽ നന്മയെക്കുറിച്ചുള്ള ഒരു ആഹ്വാനമുണ്ടായാൽ അതിൽ എല്ലാവരും ലബ്ബൈക്ക് ताला പറയാനുള്ള ഒരു പ്രവണത കാഴ്ചവെക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ फिर उसकी रावे ജമാഅത്തിന്റെ സത്യതയ്ക്കുള്ള ഒരു തെളിവാണ്. ജമാഅത്തിന്റെ സത്യതയുടെ യഥാർത്ഥ ആത്മാവാണ് ഇത് കാണിക്കുന്നത്. ഇത് ഒരിക്കലും തന്നെ ഒരു വ്യാജന് ലോകത്ത് വന്നുകൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. मैंने खुतबे में ऐलान किया था ഇനി എന്റെ കാലഘട്ടത്തിലെ കാര്യമാണ്. നൈജീരിയയിൽ 2004 ഞാൻ आ पा रही പര്യടനം നടത്തുകയുണ്ടായി. 2 ദിവസത്തെ പര്യടനമായിരുന്നു. മുമ്പ് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. യാദൃശ്ചികമായി അല്ലെങ്കിൽ നിർബന്ധാവസ്ഥയിലാണ് ആ പ്രോഗ്രാം ഉണ്ടായത്. കാരണം കണക്ഷൻ ഫ്ലൈറ്റ് അവിടുന്നായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ എനിക്ക് തോന്നി, ഇവിടെ വരേണ്ടത് വളരെ ആവശ്യമായിരുന്നു, വന്നില്ലെങ്കിൽ അത് ശരിയാകുമായിരുന്നില്ല എന്ന്. കുറച്ച് കാലം മുമ്പായിരുന്നു അവിടെ दूध मिले നൈജീരിയൻ ജമാഅത്തിന്റെ ജലസ്യവും ഉണ്ടായത്.
അതിൽ ഒരുപാട് പേർ അവിടെ പങ്കെടുത്തതുമാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ദൂരങ്ങളിൽ നിന്നും ജനങ്ങൾ വരികയുണ്ടായി. इन गलत कामों में पड़ गए थे। ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചത് പോലുമില്ല. എന്നാൽ വെറും 2 മണിക്കൂർ മാത്രമുള്ള പരിപാടിക്ക് വേണ്ടി എന്നെ കാണാൻ വേണ്ടി അവിടെ ആളുകൾ വന്നു. ഏകദേശം 30,000-ഓളം ആളുകൾ, സ്ത്രീ പുരുഷന്മാർ അവിടെ ഒത്തുകൂടി. അവരുടെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും कहने का जो मादा ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. असल रूह है, അതും ഒരു കാണേണ്ട കാഴ്ചയായിരുന്നു. ഖിലാഫത്തുമായുള്ള दुनिया में नहीं बना सकते। ആത്മാർത്ഥതയുടെ ബന്ധവും ഖിലാഫത്തുമായുള്ള സ്നേഹവും അതൊക്കെ തന്നെ കാണേണ്ട കാഴ്ചയാണ്. അവർ കാലത്തിന്റെ ഖലീഫയെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുകൂടിയില്ല. അവർക്ക് 2004 में मैंने നേരിട്ട് ഖലീഫയെ കാണാൻ പറ്റിയപ്പോൾ അവരുടെ പ്രകടനങ്ങൾ അത്ഭുതകരമാം വിധമായിരുന്നു. से और मजबूरी से बन गया തിരിച്ചു വരുന്ന സമയത്ത് ദുആ ചെയ്യുമ്പോൾ ചില സ്ത്രീകളും മറ്റുള്ളവരും വളരെയധികം വികാരാവേശത്തോടുകൂടി कि यहाँ आना बड़ा जरूरी था। ഹൃദയ നമ്പരത്തോടുകൂടി ദുആ ചെയ്യുകയായിരുന്നു. അത് വളരെയധികം അതിശയകരമായ ഒരു ദൃശ്യമായിരുന്നു. ഈ സ്നേഹം അള്ളാഹുവിന് മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ചില മൗലവിമാർ പറയാറുണ്ട്, ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ജമാഅത്തിന്റെ മിഷനുകൾ ഞങ്ങൾ അടച്ചുപൂട്ടി, ചില മിഷനുകൾ അടച്ചുപൂട്ടുമെന്ന് ഞങ്ങൾക്ക് വാക്കും തന്നിട്ടുണ്ട്. ഇത് ചെയ്തു അത് ചെയ്തെന്നൊക്കെ അവർ വീമ്പിളക്കുന്നു. എന്നാൽ ആരെങ്കിലും അവരോട് ചെന്ന് ചോദിക്കുക, അവിടുത്തെ ജനങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയും കൂറും അവരുടെ മുഖത്ത് നിന്നും ഇപ്പോൾ എംടിയ വഴിയും ലോകം കാണുന്നുണ്ട്. देखे वो भी काफी ഞാൻ അവിടെ നേരിട്ട് പോയും കണ്ടതാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മിഷൻ അടച്ചു പൂട്ടിയത് കൊണ്ട് ഉണ്ടായതാണോ? എന്തായാലും അവർ വീമ്പിളക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ और जो मोहब्बत है वो नाकाबिल ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈമാൻ സുദൃഢമാക്കാനും അതുപോലെ അതിൽ വർധനവുണ്ടാകാനുമാണ് കാരണമാകുന്നത്. ഘാനയിൽ 2008 ഒരു പര്യടനമുണ്ടായിരുന്നു. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന് ഒരു ഭൂമി വാങ്ങിക്കാനായി ഒരു വലിയ ഏരിയ ആയിരുന്നു. ഏകദേശം 500 ഏക്കർ ഉണ്ടായിരുന്നു. അവിടെ ജലസയുണ്ടായിരുന്നു. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ അവിടെ എത്തിയിരുന്നു. പുതിയ സ്ഥലമായിരുന്നു. അവിടെ ഒരു പോൾട്രി ഫാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അത് മാറ്റി അവിടെ ജമാഅത്ത് ജലസ നടത്തുകയായിരുന്നു. കുറച്ച് താമസ സൗകര്യം അവർ ഒരുക്കി. ജനലുകളും വാതിലുകളും വെച്ചുകൊണ്ട് ബാരക്കുകൾ പോലെ അവർ ഉണ്ടാക്കി. എന്നാൽ അതിനുശേഷവും അവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ സ്ഥലപരിമിതിയെക്കുറിച്ച് ആർക്കും പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വന്നവരിൽ പലരും വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു, കച്ചവടക്കാരായിരുന്നു, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരായിരുന്നു, മറ്റു ജോലികൾ ചെയ്യുന്നവരായിരുന്നു. അവർക്ക് താമസ സൗകര്യം ലഭിക്കാത്തപ്പോൾ അവർ പുറത്ത് പായ് വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അതിൽ ഘാനിയൻ സമുദായമുണ്ടായിരുന്നു. അവർ മുമ്പേ തന്നെ പൊതുവെ നല്ല സഹനം കൈക്കൊള്ളുന്നവരാണ്. എന്നാൽ ആ ദിവസങ്ങളിൽ അവർ പ്രത്യേകമായ നിലയിൽ സഹനം കാണിക്കുകയുണ്ടായി. ഒരു സുഹൃത്ത് 1-2 പേരോട് ചോദിച്ചു, ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? അപ്പോൾ അവര് പറഞ്ഞു, ജലസ കാണാനാണ് ഞങ്ങൾ വന്നത്. കാലത്തിന്റെ ഖലീഫയും ഉള്ള ജലസയാണ്. 2 ദിവസത്തെ താൽക്കാലികമായ ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല. ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. ഈ ജലസയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അള്ളാഹു ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി. ബുർക്കിന ഫാസോയിൽ നിന്നും ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ബുർക്കിന ഫാസോയിൽ നിന്നും ഒരു യാത്രാ സംഘം വരികയുണ്ടായി. അത് വളരെ വലുതായിരുന്നു. ചിലവർക്ക് അതിൽ ഭക്ഷണം പോലും ലഭിക്കുകയുണ്ടായില്ല. 3000 ഏകദേശം അവരുണ്ടായിരുന്നു. അവിടെ പോയവരിൽ ഏറ്റവും വലിയ യാത്രാ സംഘം അവരുടേതായിരുന്നു. പോരാഞ്ഞതിന് 300 ഖുദാമിങ്ങൾ സൈക്കിൾ സവാരി ചെയ്തുകൊണ്ട് 1600 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു മൊബൈലിനോട് ഞാൻ പറഞ്ഞു, അവർക്ക് ഭക്ഷണം കിട്ടിയില്ല, അവരോട് ക്ഷമാപണം നടത്തണം, അവരെ കുറിച്ച് ഇനി ശ്രദ്ധിക്കുകയും ചെയ്യണം. അവർക്ക് ക്ഷമാപണത്തിന്റെ സന്ദേശം ലഭിച്ചപ്പോൾ അവർ പറഞ്ഞു, ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് അത് ഞങ്ങൾ നേടിയിരിക്കുന്നു. ഭക്ഷണകാര്യം എന്താണ്? അത് ദിവസവും കഴിക്കുന്നതല്ലേ. ഇവർ പാവങ്ങളാണ്, ഇവര് ദിവസവും ഇവർക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ് എന്ന് ഹുസൂർ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം അത് ആത്മീയമായ ഭക്ഷണമാണ്. അത് ദിവസവും എവിടെ കിട്ടാനാണ്? ബുർക്കിന ഫാസോയുടെ ജമാഅത്ത് ഉണ്ട്. അത് അത്ര പഴയതൊന്നുമല്ല. ഞാൻ കരുതുന്നത്, ഞാൻ അവിടെ പര്യടനത്തിന് പോയപ്പോൾ
10-15 കൊല്ലം മാത്രമേ അതിന് പഴക്കമുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 30 കൊല്ലം പഴക്കമുണ്ടാകും. എന്നാൽ അവരുടെ ആത്മാർത്ഥതയും കൂറും ഖിലാഫത്തിനോടുള്ള സ്നേഹവും അവർ അതിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വളരെയധികം ദാരിദ്ര്യമുണ്ടായിരുന്നു. ചിലവർ അതിൽ ഒരു ജോഡി വസ്ത്രം മാത്രം ധരിച്ചായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം അല്ലെങ്കിൽ ആഴ്ചയോളം അവർ ആ യാത്രയുമൊക്കെ ഒരു വസ്ത്രത്തിൽ കഴിച്ചു. പൈസ ഒരു കൂട്ടിയായിരുന്നു അവർ ജൽസക്ക് വന്നത്. ഖിലാഫത്ത് ജൂബിലിയുടെ ജൽസയായിരുന്നു. കാലത്തിന്റെ ഖലീഫ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരും എന്നൊരു നിയത്തായിരുന്നു. ഈ സ്നേഹവും അള്ളാഹു അല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാക്കാൻ സാധിക്കുക? അതുപോലെ സൈക്കിളിൽ വന്ന ഖുദ്ദാമിങ്ങളും അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. പല സ്ഥലങ്ങളിലും അവർ ഇടയിൽ തങ്ങുകയുണ്ടായി. 7 ദിവസം തുടർച്ചയായി യാത്ര ചെയ്താണ് അവർ അവിടെ എത്തിയിരുന്നത്. ആ സൈക്കിൾ സവാരി ചെയ്തവരിൽ 50-60 വയസ്സുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതുപോലെ 13-14 വയസ്സുള്ള 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവിടുത്തെ സദർ ഖുദാമൽ അഹമ്മദിയോട് ആരോ ചോദിച്ചു, ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? വളരെയധികം പ്രയാസം നേരിട്ട് കാണില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരംഭകാലത്ത് മുസ്ലിങ്ങൾ ഇസ്ലാമിന് വേണ്ടി എത്രമാത്രം കുർബാനികൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഖുദ്ദാമീങ്ങളും അതുപോലുള്ള ത്യാഗങ്ങൾ ചെയ്യണമെന്നാണ്. ഖിലാഫത്ത് ജൂബിലിയെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. അതിൽ ഖലീഫയോടുള്ള ആത്മാർത്ഥതയും കൂറും പ്രകടമാകുന്ന വിധത്തിൽ ഖലീഫക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഞങ്ങൾ എല്ലാ കുർബാനികൾക്കും തയ്യാറാണ്, എല്ലാ ചാലഞ്ചുകളും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രകടമാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ കരുതി. TV പ്രതിനിധികളും അവിടെ പോയിരുന്നു. അവരും ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ദൂരം സൈക്കിളിൽ യാത്ര ചെയ്തത്? സൈക്കിൾ നിങ്ങളുടെ നല്ല കണ്ടീഷനിലായിരുന്നില്ലല്ലോ. യൂറോപ്പിലെ പോലത്തെ സൈക്കിളൊന്നും അല്ല അവിടെ ഉള്ളത്. വളരെ പൊട്ടിപ്പൊളിഞ്ഞ സാധാരണ സൈക്കിളായിരുന്നു. ജമാഅത്തിന്റെ പ്രതിനിധികൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ സൈക്കിള് വളരെ മോശം കണ്ടീഷനിലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഈമാനും ഞങ്ങളുടെ ദൃഢനിശ്ചയവും വളരെ വലുതാണ്. ഖിലാഫത്ത് എന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്ര വലിയ യാത്ര ചെയ്തത്. അതിനുശേഷം നാഷണൽ ടിവിയിൽ ഈ വാർത്ത വന്നു. അതിന്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിന് വേണ്ടി, ഖിലാഫത്ത് ജൂബിലിക്ക് വേണ്ടി വാഗയിൽ നിന്നും അക്രയിലേക്കുള്ള യാത്ര. വാഗ ബുർക്കിനഫാസോയുടെ ക്യാപിറ്റലാണ്. അതുപോലെ അക്ര ഘാനയുടെ ക്യാപിറ്റലാണ്. എഴുതിയിട്ടുണ്ടായിരുന്നു, സൈക്കിൾ മോശം കണ്ടീഷനിലായിരുന്നെങ്കിൽ കൂടി അവരുടെ ഈമാൻ വളരെ സുദൃഢമായിരുന്നു. ഈ വാർത്ത വന്നത് പഴയകാല അല്ലെങ്കിൽ ജന്മന അഹമ്മദികളായവരുടേതോ അല്ലെങ്കിൽ സഹാബാക്കളുടെ സന്താന പരമ്പരയിലുള്ളവരുടേതോ ആയിരുന്നില്ല. മറിച്ച് 1000 മൈലുകൾ ദൂരം ഇരിക്കുന്ന പ്രദേശങ്ങളിലുള്ളവരുതായിരുന്നു. അവിടെ ഉള്ള റോഡുകളും കാറിട്ടതായിരുന്നില്ല. ചില സ്ഥലത്ത് റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു വർഷം മുമ്പാണ് അവർ ജമാഅത്ത് അഹമ്മദിയിൽ പ്രവേശിച്ചത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കൃത്യമായി വെള്ളമോ അതുപോലെ വൈദ്യുതിയോ ഒന്നും തന്നെ സൗകര്യമുണ്ടായിരുന്നില്ല. കുറച്ചു വർഷം മുമ്പ് മാത്രമാണ് അവർ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃക കാണിച്ചത്. അത് വളരെ അതിശയകരമായിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അവർക്ക് വളരെയധികം ദാരിദ്ര്യമുണ്ടായിരുന്നു. വളരെ മോശം സ്ഥിതിയായിരുന്നു അവർക്ക്. എന്നാൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസന്റെ ജമാഅത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ ആത്മാർത്ഥത ഉടലെടുക്കുകയുണ്ടായി. ദീനിനെ കുറിച്ച് പ്രശ്നമുദിക്കുമ്പോഴൊക്കെ തന്നെ അവരുടെ ദൃഢനിശ്ചയം പാറ കണക്കെ ദൃഢമായിക്കൊണ്ടിരുന്നു. അവരെല്ലാ കുർബാനികൾക്കും വേണ്ടി തയ്യാറായി. അവരുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു. അതുപോലെ തന്നെ അവർ എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് ഇരുന്നു. നാമും ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ആത്മാർത്ഥതയും കൂറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെയും ആത്മാർത്ഥതയും കൂറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബുർക്കിന ഫാസോയിലെ ഒരു സുഹൃത്തുണ്ട്, ഈസ സാഹിബ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2005 ബയ്യത്ത് ചെയ്തത്. 3 വർഷമായിരുന്നു ഞാൻ ഹുസൂറിനെ കാണുമ്പോൾ. എന്നാൽ എനിക്ക് ഇന്നാണ് മനസ്സിലായത്, 3 വർഷമായിട്ടുണ്ടെങ്കിലും ഞാൻ എത്രത്തോളം സൗഭാഗ്യവാനാണ്, ഞാൻ എന്താണ് നേടിയതെന്ന്. എന്റെ സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്ന് ഖലീഫയെ കണ്ടു, മുലാഖാത്ത് ചെയ്തു. ചിലരുടെ ഖിലാഫത്തുമായുള്ള സ്നേഹം അവരുടെ അശ്രുധാരകളിൽ നിന്നും പ്രകടമായിരുന്നു. ഇതായിരുന്നു പുതുതായി രൂപീകരിക്കപ്പെട്ട ജമാഅത്തുകളിലുള്ള ആളുകളുടെ
ആത്മാർത്ഥതയും കൂറും. കഴിഞ്ഞ വർഷം ഒരു ഫിത്ന ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഒരു തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിച്ചു. ചില ജമാത്തിലെ ആത്മാർത്ഥതയുള്ള യുവാക്കളും ये अहमदी അധിക പേരും അതിൽ പെട്ടുപോയി. അവരുടെ പെരുമാറ്റ രീതികളൊക്കെ വ്യത്യസ്ത നിലയിൽ ഉള്ളതായി മാറി. പറയുന്നു, बाद ऐसे इलाकों में रहने സ്വന്തം അഹമ്മദികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവർ നിസാമിൽ നിന്നും വേർപെടുകയുണ്ടായി. എന്തായാലും അവിടെ മാലിയിൽ നിന്നും ഞാനൊരു മൊബലിഗിനെ അയച്ചു. അത് അവിടുത്തെ തദ്ദേശീയൻ തന്നെയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, നവാസ് സാഹിബാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടെ പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, നിങ്ങൾ പറയുന്നത് ഖിലാഫത്തുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ്, അതേസമയം നിങ്ങൾ നിസാമിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു, ഇത് ശരിയല്ല. അപ്പോൾ ഏകദേശം എല്ലാവരും തന്നെ എനിക്ക് മാപ്പ് എഴുതിക്കൊണ്ട് കത്തെഴുതുകയുണ്ടായി. इनको गुर्बत और इफ्लास അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്, അത് ഞങ്ങളുടെ തർബീയത്തിലുള്ള കുറവ് കാരണം ഉണ്ടായതാണ്. ആ വ്യക്തിയുടെ വാക്കുകളിൽ ഞങ്ങൾ പെട്ടുപോയി. ഖിലാഫത്തിനോടുള്ള ആത്മാർത്ഥത ഞങ്ങൾക്ക് പൂർണ്ണമായും ഉണ്ട്. ഞങ്ങൾ ഖിലാഫത്തിൽ നിന്നും വിട്ടുള്ള ഒരു ജീവിതം ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് രണ്ടാമതും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ ജമാഅത്തിന്റെ നിസാമിന്റെ ഭാഗമായി മാറി. തർബീയത്തിലുള്ള ചില കുറവുകൾ കാരണമായിരുന്നു അവർ വിഘടിച്ചിരുന്നത്. എന്നാൽ അവർക്ക് കാര്യം ബോധ്യമായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയും ഖിലാഫത്തുമായി പൂർണ്ണമായ ആത്മാർത്ഥതയുടെ ബന്ധം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ വേറിട്ട് നിന്നിരുന്നു, എന്നാൽ ഖിലാഫത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വേറിട്ടിരുന്നില്ല. ചില ഭാരവാഹികളിൽ നിന്നായിരുന്നു ഞങ്ങൾ വേറിട്ടിരുന്നത്. എന്തായാലും അവരുടെ ആത്മാർത്ഥതയുടെ നിലവാരം ഇത്തരത്തിലുള്ളതായിരുന്നു. അതുപോലെ ഗാംബിയയിൽ നിന്നും വന്നവരുടെയും അതേ അവസ്ഥയായിരുന്നു. ഐവറി കോസ്റ്റിൽ നിന്ന് വന്നവരുടെയും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെയും എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും അവരവരുടെ നിലയിൽ തങ്ങളുടെ ആത്മാർത്ഥതയും കൂറും അർപ്പണബോധവും വർദ്ധിച്ചുകൊണ്ടേ പോയി. ഘാനയിൽ ഞാൻ ഒരു ജലസയുടെ സന്ദർഭത്തിൽ ഉള്ള ഒരു കാര്യം പറഞ്ഞു. അത് വളരെ ദൂരം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു താമസവും ജൽസഗാഹും ഉണ്ടായിരുന്നത്. അവിടുത്തെ പോകാനുള്ള റോഡും വളരെ ഇടുങ്ങിയതും വളഞ്ഞു പൊളിഞ്ഞതുമായിരുന്നു. 1 കിലോമീറ്റർ പോകുക പോലും വളരെയധികം ദുഷ്കരമായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ആ വഴിയോരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ തങ്ങളുടെ കുട്ടികളെ എടുത്തുകൊണ്ട് എനിക്ക് സലാം കാട്ടുകയുണ്ടായിരുന്നു. അവർ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അവരുടെ സ്നേഹം അവരുടെ മുഖത്തു നിന്നും തുളുമ്പുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ ഏകദേശം 50,000-ഓളം അവിടെ ഉണ്ടായിരുന്നു. ഖിലാഫത്ത് ജൂബിലിയുടെ ജലസയിലും അതുപോലെ ഖിലാഫത്തിനോടുള്ള ആത്മാർത്ഥതയും കൂറും അവർ കാണിക്കുകയായിരുന്നു. അവരുടെ സ്നേഹം അവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ രൂപഭാവങ്ങളിൽ നിന്നും അവരുടെ മുഖങ്ങളിൽ നിന്നും തുളുമ്പുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ നമസ്കാരത്തെയും സംരക്ഷിക്കുന്നവരായിരുന്നു. നമസ്കാരങ്ങളും തഹജ്ജുദും വളരെ കൃത്യനിഷ്ഠതയോടെ അവർ നിർവഹിച്ചിരുന്നു. നൈജീരിയയിലും ഞാൻ പോയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അവിടെ 2 ദിവസം നിന്നിരുന്നു. അല്ല, രണ്ടാമത് ഞാൻ പോയപ്പോഴുള്ള സംഭവമാണ്. ബെനിൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു ഞാൻ പോയിരുന്നത്. ബൈറോഡ് ആദ്യമായിരുന്നു ഞാൻ പോയിരുന്നത്. എന്തായാലും അവിടത്തേക്കുള്ള വഴിയിൽ അവിടെ നിൽക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഏകദേശം 2004 സംഭവമാണ്. ഞാൻ അവിടെ പോകാനുള്ള ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ പുതുതായി പള്ളി പണിതിട്ടുണ്ട്, അത് കാണാം, അവിടെ ആളുകളുമുണ്ട് എന്ന നിലക്ക് അവിടെ പോയി. അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്, സ്ത്രീകളും കുട്ടികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുരുഷന്മാരും കുട്ടികളും കൈതരണമെന്നും സ്ത്രീകൾ അടുത്തുനിന്ന് കാണണമെന്നും ആഗ്രഹിച്ചിരുന്നു. സമയം വളരെ പരിമിതമായിരുന്നു. ഹസ്തദാനം സാധ്യമായിരുന്നില്ല. എന്നാൽ അവർക്ക് പറ്റുന്ന വിധത്തിൽ അവർ ഹസ്തദാനം ചെയ്യുകയുണ്ടായ ആ തിക്കും തിരക്കിന്റെയും ഇടയിൽ ഞങ്ങളുടെ യാത്രാ സംഘത്തിലുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയോട് പറഞ്ഞു, കുറച്ച് പിറകോട്ട് മാറി നിൽക്കുക. അപ്പോൾ വളരെയധികം പ്രഷറുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ വളരെയധികം കോപത്തോടുകൂടി പറഞ്ഞു, എന്റെയും എന്റെ ഖലീഫയുടെയും ഇടയിൽ നിൽക്കാൻ താങ്കൾ ആരാണ്? എന്തായാലും ഇതായിരുന്നു അവരുടെ വികാരത്തിന്റെ നിലവാരം.
കുറച്ചു സമയത്തിനു ശേഷം ഞാൻ അവരോട് നിശബ്ദത പാലിക്കാനും അവിടെ തന്നെ ഇരിക്കാനും പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള എല്ലാ അഹമ്മദികളും, അവർ നൂറുകണക്കിനുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ നിശബ്ദരാകുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. അതായിരുന്നു അവർക്ക് ഖിലാഫത്തിനോടുള്ള ബന്ധം. അമേരിക്കയെ എല്ലാവരും കരുതുന്നത് അവിടെ വെറും ഭൗതിക ചിന്താഗതിയുള്ളവർ മാത്രമാണ് ഉള്ളത്, അവർക്ക് ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് തന്റെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു അപായ സന്ദേശം ലഭിക്കുകയുണ്ടായി, അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ 2 സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അഹമ്മദികൾ അവരവിടെ സ്വയം തന്നെ എത്തിച്ചേരുകയും രാത്രി മുഴുവൻ പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തു. എന്തായാലും അമേരിക്കക്കാരുടേതും ആത്മാർത്ഥത വളരെ ഉന്നത നിലവാരത്തിലുള്ളതാണ്. എന്റെ കാലഘട്ടത്തിലും ഞാൻ അവിടെ പോയപ്പോഴൊക്കെ തന്നെ എപ്പോഴും അവരെ ആത്മാർത്ഥതയും കൂറുമുള്ളവരായി ഞാൻ കണ്ടു. ഇവിടെയും അമേരിക്കയിൽ നിന്നും ആളുകൾ വരാറുണ്ട്. അവരും തങ്ങളുടെ വികാരപ്രകടനങ്ങൾ നടത്താറുണ്ട്. അവർക്ക് ഖിലാഫത്തിനോടുള്ള ആത്മാർത്ഥതയും കൂറും ഖിലാഫത്തിനോടുള്ള ബന്ധവും അവർ പ്രകടിപ്പിക്കാറുണ്ട്. അവർ വെറും ഭൗതികതയിൽ മുങ്ങുന്നവരാണ് എന്ന കാര്യത്തെ അവരുടെ പ്രവർത്തനങ്ങൾ തള്ളിക്കളയുന്നു. യുവാക്കൾ എപ്പോഴും സ്ഥിരമായി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു, ഒരുപാട് സമയം ചെലവഴിക്കുമായിരുന്നു, യാത്രയിലും എന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു. അവർ ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരും ജോലിയിൽ ചേർന്നവരുമായിരുന്നു. എന്നിട്ട് കൂടി അവരതൊന്നും ശ്രദ്ധിക്കാതെ ചിലർ പറയുമായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതേയുള്ളൂ, ജലസക്ക് വരാൻ താങ്കളുമായി മുലാഖാത്ത് ചെയ്യാൻ ലീവ് ചോദിച്ചപ്പോൾ ലീവ് ലഭിച്ചില്ല, അപ്പോൾ ഞങ്ങൾ ജോലി ഉപേക്ഷിച്ചു വന്നു എന്ന്. കാനഡയിലെ ഖുദ്ദാമിങ്ങളുടെയും പെരുമാറ്റം ഇതേ രീതിയിലുള്ളതാണ്. യുവാക്കളും കുട്ടികളും സ്ത്രീകളും ലോകത്ത് എവിടെയുള്ളവരായാലും, അമേരിക്കയിലായാലും കാനഡയിലായാലും യൂറോപ്പിൽ എവിടെയുള്ളവരായാലും എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിക്കുന്നു. അവരുടെ ഈ ആത്മാർത്ഥതയൊന്നും തന്നെ മനുഷ്യ പ്രയത്നത്താൽ സംജാതമായതല്ല. കുറച്ചു വർഷം മുമ്പ് ജർമ്മനിയിൽ ഞാൻ ഒരു ഖുതുബ നൽകിയിരുന്നു. അതിൽ ഖിലാഫത്തിനോടുള്ള അനുസരണത്തെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും ഞാനൊരു വിഷയം അവതരിപ്പിച്ചിരുന്നു. ചില കാര്യങ്ങൾ ജർമ്മനിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ അവിടുത്തെ അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് ചില ഉദാഹരണങ്ങൾ ജർമ്മനിയെ സംബന്ധിച്ചും ഞാൻ നൽകിയിരുന്നു. എന്തായാലും ലോക അഹമ്മദികൾ അതിനെ റെസ്പോൺസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഖിലാഫത്തുമായി പൂർണമായ അനുസരണവും പൂർണമായ ആത്മാർത്ഥതയും അവർ പ്രകടിപ്പിച്ചു. ജർമ്മനിക്കാരും അതുപോലെ തന്നെ പ്രത്യേകമായ നിലയിൽ ഇക്കാര്യം വെളിപ്പെടുത്തി. ജർമ്മനിയിൽ ചില ഭാരവാഹികൾ ചില നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകുകയില്ലെന്നും ചിലർ എഴുതി. അള്ളാഹു അവർക്ക് അതിൽ നിലനിൽക്കാനും ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിലും അതുപോലെ തന്നെ ഉണ്ടാകാനും ഉള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അർദനിൽ നിന്നും കാസിം സാഹിബ് എഴുതുന്നു, ഹസരത്ത് അക്തസ് മസീഹ് ഇസ്ലാമിന്റെ സത്യതയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും സുന്ദരവും ഏറ്റവും മഹത്വപൂർണവുമായ തെളിവ് ഇതാണ്. അള്ളാഹു ഖിലാഫത്തിന്റെ സ്നേഹവും ഖിലാഫത്തിനോടുള്ള അനുസരണവും എന്റെ ഹൃദയത്തിൽ നിറച്ചിരിക്കുന്നു. കുറച്ചു വർഷം മുമ്പ് അദ്ദേഹം പറയുന്നു, ഞാൻ ബയ്യത്ത് ചെയ്ത് അതിനുവേണ്ടി തീരുമാനിച്ചു ഉറച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു, ശരിക്കും ജമാഅത്ത് സത്യത്തിൽ തന്നെയാണോ ഉള്ളത്? ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ആഗമന ലക്ഷ്യം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ എനിക്ക് ഖിലാഫത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ അള്ളാഹു എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കലഹങ്ങളും യുദ്ധങ്ങളും നടക്കുന്നവരുടെ ഇടയിൽ തീരുമാനം കൽപ്പിക്കുന്നു. ഞാൻ എന്റെ ഒരു കൈ അങ്ങയുടെ ഒരു കൈ, അദ്ദേഹം കത്തിൽ തന്റെ ഭയത്തിന്റെ വിവരണം നടത്തുകയാണ്, എന്റെ ഒരു കൈ താങ്കളുടെ ഒരു കൈയിൽ വെക്കുകയും താങ്കളുടെ മോതിരം ചുംബിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് താങ്കളുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു അനുഭൂതി ഉണ്ടാകുകയുണ്ടായി. അത് എന്നിൽ അനിതര സാധാരണമായ സ്നേഹം ഉളവാക്കി. അത് ദിനം തോറും വർദ്ധിച്ചു വന്നു. ഞാൻ ബയ്യത്ത് പുതുക്കാൻ ആഗ്രഹിക്കുന്നു.
താങ്കളുടെ അനുസരണ വലയത്തിൽ നിന്നും പുറത്തു വരുന്ന എല്ലാവരുമായി ബന്ധം വിച്ഛേദിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ബൾഗാരിയയിലുള്ള കാര്യമാണ്. അവിടെയും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എതിർപ്പുകൾക്ക് യാതൊരു കുറവും എതിരാളികൾ വച്ചിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജമാഅത്തിന് അവിടെ രജിസ്റ്റർ ചെയ്യാനായി. ഒരു തവണ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതുമാണ്. ചില അഹമ്മദി സഹോദരങ്ങൾ ബൾഗാരിയയിലുള്ള മുഫ്തി അവരെ പ്രലോഭനം നടത്തിക്കൊണ്ട് അവരെ ജമാഅത്തിൽ നിന്നും പുറത്തു വരാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ ഈമാനിൽ നിലനിന്നു എന്ന് മാത്രമല്ല, മുമ്പത്തേക്കാൾ ഉപരി ആത്മാർത്ഥതയുടെ മാതൃകയും അവർ കാഴ്ചവെച്ചു. ഖിലാഫത്ത് അഹമ്മദിയയുമായി അവർ ആത്മാർത്ഥതയുടെ ബന്ധം സ്ഥാപിച്ചു. ഒരു സ്ത്രീ അവരുടെ അടുത്ത് 3 പേർ പോയി ജമാഅത്തിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ മുജാഹിദയായ സ്ത്രീ വളരെ ശക്തി പുരസരം അഹമ്മദിയത്ത് സത്യസന്ധമാണെന്നും ഞാൻ എന്റെ ഖലീഫയെ കണ്ടാണ് വരുന്നതെന്നും അതിലെല്ലാം ഉപരിയായി അള്ളാഹു എനിക്ക് 3-4 തവണ സ്വപ്നങ്ങൾ കാണിച്ചു തന്നിരുന്നു എന്നും ജമാഅത്ത് സത്യസന്ധമാണെന്നും അതുകൊണ്ട് തന്നെ അതിനെ ഉപേക്ഷിക്കുന്ന ചോദ്യം തന്നെ ഉദിക്കില്ല എന്നുമാണ് അവരുടെ മറുപടി ഉണ്ടായിരുന്നത്. ബേനിനിലെ ഒരു മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, നൊമുബൈനുകളുടെ ഒരു ജലസയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നവ അഹമ്മദിയായ റസാഖ് സാഹിബ് പറയുന്നു, ലൗകിക വ്യവസ്ഥിതികൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ജനങ്ങൾ ചീഫിന്റെ അടുത്ത് പോകും. അവിടെ കാര്യം സാധിച്ചില്ലെങ്കിൽ തഹസീൽദാറിന്റെ അടുത്ത് പോകും. എന്നിട്ടും കാര്യം നടന്നില്ലെങ്കിൽ മേയറുടെ അടുത്ത് പോകും. പിന്നീട് മന്ത്രിയെ സമീപിക്കും. പിന്നീട് രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ വരെ സമീപിക്കും. എന്നാലും അവിടെയൊക്കെ അവന്റെ കാര്യം കേൾക്കും, അല്ലെങ്കിൽ അവന്റെ കാര്യം നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നൊന്നും യാതൊരു ഉറപ്പും ഉണ്ടാകില്ല. എന്നാൽ ജമാഅത്തിന്റെ വ്യവസ്ഥിതി വളരെ അത്ഭുതകരമാണ്. ജമാഅത്തിന് ഒരു ഖലീഫയുണ്ട്, എല്ലാവരുടെയും ഭാഷ മനസ്സിലാക്കുന്ന, എല്ലാ വർണ്ണങ്ങളെയും എല്ലാ വംശങ്ങളെയും തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കുന്ന ഒരു ഖലീഫ. ഇത് ഖിലാഫത്തെ അഹമ്മദിയുടെ അനുഗ്രഹമാണ്. അദ്ദേഹം പറയുന്നു, ഖിലാഫത്തെ അഹമ്മദിയുടെ അനുഗ്രഹം കാരണത്താലാണ് ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാനായത്. ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാം ഞങ്ങളിലേക്ക് എത്തിയത് അതിന്റെ ബർക്കത്ത് ഒന്നുകൊണ്ട് തന്നെയാണ്. ഫ്രാൻസിൽ നിന്നും ടേല സാഹിബ പറയുന്നു, ഞാൻ 2017 ബയ്യത്ത് ചെയ്തിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഹുസൂറിന്റെ കത്ത് ഞാൻ വായിക്കും. അത് എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അള്ളാഹു എപ്പോഴും അങ്ങേക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ, അങ്ങയെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ എല്ലാ നമസ്കാരത്തിലും ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആക്കുള്ള പ്രേരണ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ബയ്യത്തിന് ശേഷം ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു. മാലി റീജിയനിലുള്ള സാൻ എന്ന ഒരു പ്രദേശത്ത് മുബല്ലിഗ് എഴുതുന്നു, നമ്മുടെ ജമാഅത്ത് വവലൂൻ എന്ന സ്ഥലത്തെ ജമാഅത്തിലെ ഒരു മെമ്പർ അബ്ദുറഹ്മാൻ കോലിബാലി സാഹിബ് വഫാത്താകുകയുണ്ടായി. കുറച്ച് കാലം മുമ്പ് അദ്ദേഹം തന്റെ വഫാത്തിന് മുമ്പ് മക്കളെ വിളിച്ചുകൂട്ടി ഒരു വസിയത്ത് ചെയ്തു. ഞാൻ യുവാവായിരുന്നെങ്കിൽ, എനിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ജമാഅത്തിന്റെ മിഷനിൽ പോയിരിക്കുമായിരുന്നു. ജമാഅത്ത് തരുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ 2 മാസത്തെ ചന്ത കുടിശ്ശികയുണ്ട്. എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതെന്തായാലും അടച്ചു തീർക്കേണ്ടതാണ്. ഞാൻ കടക്കാരനായിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാൻ ആഗ്രഹിക്കുന്നില്ല. 3-മതായി അദ്ദേഹം തന്റെ മക്കൾക്ക് വസിയത്ത് ചെയ്തു, നിങ്ങൾ ഖിലാഫത്തിനോട് എപ്പോഴും കൂറു കാണിക്കണം. ഖിലാഫത്തിനോട് വിശ്വാസവഞ്ചന ഒരിക്കലും കാണിക്കരുത്. എപ്പോഴും ചന്ത നൽകിക്കൊണ്ടിരിക്കണം. ഗാംബിയയുടെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു സ്ത്രീ റഹ്മത്ത് ജാലു സാഹിബ ഉണ്ട്. അവർ ബയ്യത്ത് ചെയ്തു. അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കുർബാനി ചെയ്യാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ ആ സമയം തന്നെ അവർ 100 ഡല്ലാസി നൽകി. ചെറിയ കടയാണ് അവർ നടത്തുന്നത്. തന്റെ കഴിവിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ചന്ത നൽകുകയുണ്ടായി. പറയുകയുണ്ടായി, ഇതൊക്കെ ഞാൻ അള്ളാഹുവിനും കാലത്തിന്റെ ഖലീഫയ്ക്കും വേണ്ടി
അവരുടെ സ്നേഹം നേടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതെനിക്ക് അള്ളാഹുവിനോടും ഖലീഫയോടുമുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നൽകുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഈ കുർബാനി ചെയ്യുന്നത്. താജക്കിസ്ഥാനിലെ ഒരു സുഹൃത്ത് ഇസ്സത്ത് അമാൻ സാഹിബ് ഉണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ മാതാവിന് 72 വയസ്സായിരുന്നു. ഒരു ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. മുമ്പ് തന്നെ പല വർഷങ്ങളായി അവർക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്നു. അതുപോലെ മാനസിക പിരിമുറുക്കവും ഉണ്ടായിരുന്നു. അക്കാരണത്താൽ അവരുടെ ആരോഗ്യവും വളരെയധികം ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഡോക്ടറുടെ അഭിപ്രായം കേട്ടുകൊണ്ട് എന്റെ കുടുംബക്കാർ ഒക്കെ തന്നെ നിരാശരായി. അദ്ദേഹം പറയുന്നു, അപ്പോൾ എനിക്ക് ഖലീഫത്തുൽ മസീഹുമായിട്ടുള്ള മുലാഖാത്തായിരുന്നു. അല്ല, മുലാഖാത്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ആ ബന്ധം കാരണം എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ദുആക്ക് വേണ്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ദുആ അള്ളാഹു എന്തായാലും സ്വീകരിക്കുമെന്ന് പറയുന്നു. ഞാൻ കത്തെഴുതി ദുആക്ക് വേണ്ടി. ഇപ്പോൾ ദുആയോടുകൂടി എനിക്ക് ഹോമിയോപ്പതി മരുന്നും ലഭിക്കുകയുണ്ടായി. എന്റെ മാതാവ് സുഖപ്പെട്ടു. ഇപ്പോൾ എന്റെ മാതാവിന്റെ പ്രായം 89 വയസ്സാണ്. അവർ ഹജ്ജ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഖിലാഫത്തുമായി ഉള്ള ബന്ധത്തിന്റെയും ഖിലാഫത്തിന്റെ ദുആയുടെയും പരിണിത ഫലമാണ്. അള്ളാഹു ആണ് അവർക്ക് രണ്ടാമതും ജീവൻ നൽകിയിട്ടുള്ളത്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ അദ്ദേഹം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്ന വ്യക്തിയാണ്, അദ്ദേഹം സത്യത്തിലാണ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് അള്ളാഹു ഈമാന്റെയും വിശ്വാസത്തിന്റെയും ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു അഹമ്മദി ബാലന്റെ ഖിലാഫത്തുമായുള്ള സ്നേഹത്തിന്റെ സംഭവം താഹിർ നദീബ് സാഹിബ് എഴുതുന്നു. അദ്ദേഹം തുർക്കിയിലെ ഒരു പര്യടനത്തിലായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ സുഹൃത്തായ ഒരു അഹമ്മദിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ 3-4 വയസ്സുള്ള ഒരു കുട്ടി വന്നു. സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, എനിക്ക് ഹുസൂറിന് കത്തെഴുതണം, താങ്കൾ അത് കൊണ്ടു കൊടുക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും കൊണ്ടു കൊടുക്കും. അപ്പോൾ ആ കുട്ടി ഒരു കടലാസ് എടുത്ത് 2 വരി കുത്തിക്കുറിച്ചു. ഞാൻ ചോദിച്ചു, ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഹുസൂറിനോട് എനിക്ക് വളരെയധികം സ്നേഹമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആ കത്ത് ഏൽപ്പിച്ചു, അതിന് മറുപടിയും ലഭിച്ചു. ആ കുട്ടിക്ക് മറുപടി ലഭിച്ചപ്പോൾ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് പ്രകാരം ആ കുട്ടിയുടെയും ആ വീട്ടുകാരുടെയും സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മേസിഡോണയിലെ ഒരു മൊബലിക് ഇൻചാർജ് എഴുതുന്നു, വേറൊരു കുട്ടിയുടെ ഉദാഹരണം. കഴിഞ്ഞ ദിവസം ബോസ്നിയയിലെ ഒരു പര്യടനത്തിലായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയുമായി അദ്ദേഹത്തിന് പരിചയം ഉണ്ടാക്കാൻ സാധിച്ചു. തബ്ലീഗ് പരമായ ചർച്ചകൾ നടന്നു. ആ വ്യക്തി പാകിസ്ഥാനിലുള്ള ആളായിരുന്നു. അടിക്കടി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടേയിരുന്നു. ആ വ്യക്തി പറയുകയുണ്ടായി, കുറച്ച് വർഷം മുമ്പ് ഞാൻ ദുബായ് എയർപോർട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫാമിലിയെ കണ്ടു. ആ ഫാമിലിയിൽ ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, നാം എല്ലാവരും എപ്പോഴും നമസ്കരിക്കണം, എപ്പോഴും സത്യം മാത്രമേ പറയാവൂ. എനിക്ക് അവർ ജമാഅത്ത് അഹമ്മദിയുള്ള ഒരു ഫാമിലിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിന്റെ അഭിലാഷം എന്താണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ലണ്ടനിൽ പോയി എന്റെ പ്രിയ ഹുസൂറിനെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി പറയുന്നു, ഇത് എന്നിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കി. ഇത്ര ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് തന്റെ ഖലീഫയെ നേരിട്ട് ചെന്ന് കാണണം എന്നാണ്. അതുപോലെ തന്നെ ഇക്കാലത്ത് കുട്ടികൾ ഒരു ഗെയിം കളിക്കാറുണ്ട്. ആ ഗെയിം കളിക്കരുത് എന്ന് ഞാൻ നിർദ്ദേശം നൽകിയുണ്ടായി. അതുകൊണ്ട് ചില ദുശീലങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അത് കാരണമായി മാതാപിതാക്കൾ അവരെ എങ്ങനെ കളി നിർത്താൻ പറയും എന്ന കാര്യത്തിൽ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ എന്റെ കുത്തുബ കേട്ടതിനു ശേഷം മാതാപിതാക്കൾ എനിക്ക് എഴുതുന്നു, കുട്ടികൾ സ്വയം വന്നുകൊണ്ട് മാതാപിതാക്കളോട് പറഞ്ഞു, കാലത്തിന്റെ ഖലീഫ ഈ ഗെയിം എതിർത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി കളിക്കുന്നതല്ല എന്ന്. എനിക്ക് ഒരുപാട് കത്ത് വരികയുണ്ടായി. തുടർന്നും എനിക്ക് കുട്ടികളുടെ കത്ത് വരാറുണ്ട്. കുറച്ചു സമയത്തേക്ക് ഇത് കളിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ, അതിനുള്ള അനുവാദമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്തായാലും കാലത്തിന്റെ ഖലീഫയുമായുള്ള അവരുടെ ബന്ധവും കാലത്തിന്റെ ഖലീഫയെ ഒരിക്കലും തന്നെ
വിശ്വാസ വഞ്ചന ചെയ്യരുത് എന്ന കാര്യവും ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഖലീഫ തങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു. बच्चों की ये गेम थी. ഹോണ്ടോ വർവസിലെ ഒരു മുബല്ലിഗ് എഴുതുന്നു, ഒരു പ്രാദേശിക അഹമ്മദി പുർസിമൂർ യു आते पड़ जाते. ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹുസൂറിന് ദുആക്ക് കത്തെഴുതുക. അപ്പോൾ അദ്ദേഹം കത്തെഴുതി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മിക്ക പ്രശ്നങ്ങളും സ്വയം തന്നെ പരിഹരിക്കപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നു, അതിനുശേഷം എനിക്ക് അദൃശ്യമായ നിലയിൽ ഒരു ശക്തി ലഭിക്കുകയുണ്ടായി. ഖിലാഫത്തിലുള്ള എന്റെ വിശ്വാസം വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. മറാക്കഷിൽ നിന്നും ഗഫാരി സാബ് എഴുതുന്നു, എന്റെ ഹൃദയത്തിലും എന്റെ ജീവിതത്തിലും ഒരുപാട് റഹ്മത്തും ബർക്കത്തും വന്നിട്ടുണ്ട്. അള്ളാഹുവിന് നന്ദി. അവൻ എനിക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു. എനിക്ക് लिखते हैं അങ്ങേ അതായത് ഖലീഫയെ കാണുമ്പോൾ ഒരു ലഹരിയാണ് അനുഭവപ്പെടാറുള്ളത്. ഒരു വിചിത്രമായ നിലയിലുള്ള ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടാകാറുള്ളത്. के लिए खत लिख ഞാൻ അങ്ങയുടെ കൂടെ ഇരിക്കുകയോ അങ്ങയോട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് അള്ളാഹു എനിക്ക് തരുന്ന ഒരു ശക്തിയാണ്. ഇത് യഥാർത്ഥമായ നിലയിലുള്ള സ്നേഹമാണ്. അള്ളാഹു എപ്പോഴും താങ്കളെ സഹായിക്കുമാറാകട്ടെ. പിന്നീട് യമനിൽ നിന്നും ഈമാൻ സാഹിബ് എഴുതുന്നു, എനിക്ക് ഹുസൂറിനോട് कहते हैं സ്വന്തത്തെക്കാളും അതുപോലെ എന്റെ കുടുംബത്തെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹമാണ്. എന്റെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് അതിലൂടെയാണ്. എനിക്ക് ഒരു പുതിയ പ്രത്യാശ ലഭിക്കുന്നു അതിലൂടെ. അള്ളാഹു ഇൻഷാല്ല എന്റെ അവസ്ഥകളൊക്കെ ശരിയാക്കും എന്നൊരു ആശ എന്നിൽ ഉടലെടുക്കുന്നു. അതുപോലെ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ആഗമനോദ്ദേശം, അദ്ദേഹത്തിന് ശേഷം വന്ന ഖിലാഫത്തും, ഇതൊക്കെ തന്നെ ഈ ലോകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ഹൃദയം ദുഃഖം നിറഞ്ഞതും ഭാരിച്ചതുമാണ്. ആ ഹൃദയത്തിൽ പ്രത്യാശയുടെ കിരണം നിറക്കുന്നത് ഖിലാഫത്താണ്. എന്റെ അവസ്ഥ ഏതുപോലെയാണെന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലയോ ദൈവമേ, നീ ഞങ്ങളിൽ അതൃപ്തനല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ हो जाएंगे ഖലീഫയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർ പറയുകയാണ്, और आपके बाद खिलाफत താങ്കൾ ഇഷ്ടപ്പെടുന്ന സൗഭാഗ്യവാന്മാരായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ എന്റെ കുടുംബത്തോടും എന്റെ മക്കളോടുമൊക്കെ ऐसी है जैसी आंध തൃപ്തനാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുതന്നെയാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും. तो फिर हमें ട്യൂനിസിൽ നിന്നും തോഫീഖ് സാഹിബ് എഴുതുന്നു, ഞങ്ങൾക്ക് അങ്ങയോട് വളരെയധികം സ്നേഹമുണ്ട്. कि उन खुशकिस्मतों में से हों ഞങ്ങൾ आप मोहब्बत താങ്കളുടെ और जिनसे और जिनके കപ്പലിലെ സവാരികളാണ്. ഞങ്ങൾ താങ്കളിൽ നിന്നാണ് തർബിയത്ത് നേടിയിട്ടുള്ളത്. ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അരിവിൽ നിന്നാണ് ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ हमें आपसे ഞങ്ങളുടെ വാഗ്ദാനം നിലനിർത്തുന്നവരാണ്. मुहब्बत पाई और താങ്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് കർമ്മസംസ്കരണം നടത്താൻ പറ്റുകയുള്ളൂ. खैर हमारी इस्लाह नहीं ഞങ്ങൾ ഈ ലോകം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രം, ഈ അനുഗ്രഹീത ജമാഅത്തിനെ പിൻപറ്റിയത് കൊണ്ടുള്ള पर कायम रहने ബർക്കത്ത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി വിജയിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങളെക്കുറിച്ച് പറയപ്പെടണം എന്ന് മാത്രം. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യത ഉണ്ടാകാനും ഞങ്ങൾ ദുആയ്ക്കായി അപേക്ഷിക്കുന്നു. എന്തായാലും ഇത് ചില ഉദാഹരണങ്ങളാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാം അവരുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥതയും കൂറും അള്ളാഹുവിനോടുള്ള ബന്ധവും ഉണ്ട് എന്ന്. ലോകത്തിലുള്ള ഒരു ശക്തിക്കും തന്നെ അത് തട്ടിമാറ്റാൻ സാധ്യമല്ല. ഹദ്രത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, അള്ളാഹു നൽകിയ വാഗ്ദാന പ്രകാരം ആ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പൂർത്തി ആകുന്നതായി നിങ്ങൾ കാണുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ വാഗ്ദാനങ്ങൾ പുലരുന്നതായി കാണാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി MTA കുറിച്ചും ഞാൻ കുറച്ച് അറിയിപ്പുകൾ നൽകുന്നതാണ്. ഇതും അള്ളാഹുവിന്റെ ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് വ്യാപിക്കുമെന്ന
ഒരു വാഗ്ദാനത്തിന്റെ ഭാഗമായുള്ളതാണ്. എന്തായാലും 27 മെയ്യിൽ ഖിലാഫത്ത് ദിനത്തോടനുബന്ധിച്ച് ഒരു പുതിയ സെറ്റിംഗോടുകൂടി ചാനലുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ പറയാം. लेकिन बहरहाल തുടക്കത്തിൽ അമേരിക്കയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയുണ്ടായി ചാനൽ സംബന്ധിച്ചുള്ള. അത് മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ പുതിയ സെറ്റപ്പ് ഓടുകൂടിയാണ് ഇപ്പോൾ ചാനലുകൾ പ്രവർത്തിക്കുന്നത്. ഞാനത് പറയാം. വ്യത്യസ്ത പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 8 ചാനലുകൾ ഇപ്പോൾ MTA-ക്കുള്ളത്. MTA-1 ഇത് പൊതുവായി UK, യൂറോപ്പിലെ ചില സ്ഥലങ്ങളിലുള്ള ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചാനലിന്റെ പ്രധാന ഭാഷ ഇംഗ്ലീഷും ഉറുദുവുമായിരിക്കും. ഈ ചാനലിൽ ഇംഗ്ലീഷിലും ഉറുദുവിലുമുള്ള പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ മറ്റു ചില ഭാഷകളിലെ പ്രോഗ്രാമുകളുടെയും ഇംഗ്ലീഷ് ഉറുദു തർജ്ജമകളും ഇതിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. എന്റെ ലൈവ് പരിപാടികളും പുതിയ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമുകളും ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. MTA-1 വേൾഡ് എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുക. MTA-2 യൂറോപ്പ് ഈ ചാനൽ യൂറോപ്പും മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിലുമുള്ള ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ ഉറുദു, ഇംഗ്ലീഷ്, ടർക്കിഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, ഡച്ച്, റഷ്യൻ, പേർഷ്യൻ, പാർസി ഭാഷകളിലെ പ്രോഗ്രാമുകളായിരിക്കും സംപ്രേഷണം ചെയ്യുക. അതിലും വ്യത്യസ്ത ഭാഷകളിലെ 2 മണിക്കൂർ വീതമുള്ള സർവീസുകളായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഈ ഭാഷകളിലൊക്കെയുള്ള പ്രോഗ്രാമുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MTA-3 അൽ അറബിയ ഈ ചാനൽ മുമ്പുള്ള അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇതിന്റെ മെയിൻ ലാംഗ്വേജ് അറബി ആയിരിക്കും. MTA-4 ആഫ്രിക്ക ഈ ചാനൽ ഈസ്റ്റ് ആഫ്രിക്കയും വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ചില രാജ്യങ്ങളിലെ ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചാനലിന്റെ മെയിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെയിൻ ലാംഗ്വേജസ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്വാഹിലി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഷകളിലെ പ്രോഗ്രാമുകളും ഇതിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. MTA-5 ആഫ്രിക്ക എന്നതാണ് അടുത്ത ചാനൽ. ഈ ചാനൽ വെസ്റ്റ് ആഫ്രിക്കയിലെ രാജ്യങ്ങളിലുള്ള ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചാനലിൽ ഉള്ള മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. അതുകൂടാതെ കർവൽ, ഹൗസ, ചൂഹി, യോറുബ എന്നീ ഭാഷകളിലുള്ള പ്രോഗ്രാമുകളും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. MTA-6 ഏഷ്യ ഈ ചാനൽ ഏഷ്യ സെറ്റിൽ ആയിരിക്കും ഉണ്ടാകുക. ഏഷ്യ, ഫാർ ഈസ്റ്റ്, ഇന്തോനേഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചാനലിലുള്ള ഭാഷകളിൽ മെയിൻ ആയിട്ടുള്ളത് ഉറുദുവും ഇംഗ്ലീഷും ഇന്തോനേഷ്യനുമാണ്. ഇതിൽ ഉറുദു, ഇംഗ്ലീഷ്, ബംഗാളി, പഷ്തു, സിന്ധി, സറായിഗി, ഫാർസി, ഇന്തോനേഷ്യൻ, റഷ്യൻ ഭാഷകളിലെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. മുമ്പും ഇതുപോലെ നടന്നിരുന്നു. എന്നാൽ ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ പരിപാടികൾ സംപ്രേഷണം ചെയ്യുക. MTA-7 ഏഷ്യ ഇത് HD ചാനലായിരിക്കും. ചെറിയ ഡിഷിൽ ആണ് ഇത് കാണാൻ സാധിക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ ദർശകർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചാനലിലുള്ള മറ്റു ഭാഷകൾ ഉറുദു, ബംഗാളി, ഹിന്ദിയാണ്. അതുകൂടാതെ തമിഴ്, മലയാളം ഭാഷകളിലും ഇതിൽ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. MTA-8 അമേരിക്ക ഈ ചാനൽ അമേരിക്ക, നോർത്ത് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് മുമ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ സെറ്റിംഗ്സിലുള്ള മാറ്റങ്ങളോട് കൂടിയാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാനപരമായി മുമ്പുള്ള പോലെ തന്നെയായിരിക്കും ഇത് നടക്കുക. എന്തായാലും MTA-8 അമേരിക്ക എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് അമേരിക്ക, നോർത്ത് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ദർശകർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചാനലിന്റെ ഭാഷകൾ ഇംഗ്ലീഷ്, ഉറുദു ആയിരിക്കും. അതുകൂടാതെ ഫ്രഞ്ച്, സ്പാനിഷ് ഭാഷകളിലും പ്രോഗ്രാമുകൾ ഇതിലുണ്ടാകും. MTA-യുടെ ലൈവ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളതും കുറച്ച് വിശദീകരണം നൽകാം. രായ-ഉദ അൽ ഹിവാറുൽ മുബാഷിർ ബംഗ്ല പ്രോഗ്രാം MTA-യുടെ എല്ലാ ചാനലുകളിലും ഉണ്ടാകും. എല്ലാ പരിപാടികളുടെയും തർജ്ജമയോടുകൂടിയും ചാനലുകളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ MTA ജർണൽ ഇസ്ലാം, സോയിസ്റ്റീൻ ഇത് ജർമ്മനിലെ ഭാഷയുള്ള ഒരു പദമാണ്. അതുപോലെ MTA-2 യൂറോപ്പിൽ ആയിരിക്കും അവതരിപ്പിക്കപ്പെടുക. അതുപോലെ ഹൊറിസൺ ഡേ ഇസ്ലാം ഇതും MTA
1, MTA 2, യൂറോപ്പ് MTA 4, ആഫ്രിക്ക MTA 5, ആഫ്രിക്കയിൽ എന്നീ ചാനലുകളിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. ഫ്രഞ്ച് മെയിൻ ലാംഗ്വേജ് ആയിരിക്കും. അതുകൂടാതെ അതിന്റെ തർജ്ജമയും കൂടെ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്തിഖാബ് സുഖൻ തുടങ്ങിയ പരിപാടികളും ഉണ്ടാകും. അതൊക്കെ MTA 1, MTA 2, യൂറോപ്പ് MTA 6, ഏഷ്യ MTA 7, ഏഷ്യ എന്നിവയിലായിരിക്കും സംപ്രേഷണം ചെയ്യുക. എന്തായാലും ചെറിയ മാറ്റങ്ങളോടുകൂടി ആണ് ഈ ചാനലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില സെറ്റിംഗ്സുകൾ മാറിയില്ല എന്ന് വരാം, മുമ്പ് ഉള്ളത് തന്നെ തുടർന്നു എന്നും വരാം. എന്തായാലും ഇത് ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അള്ളാഹു ഇതിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. MTA-ക്ക് മുമ്പത്തേക്കാൾ ഉപരി ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്ത് എത്തിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. हकीकी पैगाम दुनिया को पहुंचाने की तौफीक अता फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.